കുട്ടികളെ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അറ്റംപ്റ്റ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ സൊല്യൂഷൻ കാണരുത് എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം അത് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിത് കാണുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇതിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ആദ്യമേ എൻ്റെ സൊല്യൂഷൻ നിങ്ങൾ കാണരുത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താ ക്വസ്റ്റ്യനിൽ സംസാരിച്ചിട്ടുള്ളത്? 2 റെസിസ്റ്റൻസസ് അല്ലേ? 2 റെസിസ്റ്റൻസസ് R1. അപ്പോൾ R1 ഒരു മെഷേർഡ് വാല്യൂ ആണ്. മെഷേർഡ് വാല്യൂവിനാണ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് 100 ± 3 Ω. അപ്പോൾ ഇത് മെഷേർഡ് വാല്യൂയുടെ മീൻസ് ആവറേജ് ആണ്, എന്ന് വെച്ചാൽ ട്രൂ വാല്യൂ ആണ്. ഇത് അബ്സല്യൂട്ട് എറർ ആണ്. അഗെയിൻ ദിസ് ഈസ് ട്രൂ വാല്യൂ, ദിസ് ഈസ് അബ്സല്യൂട്ട് എറർ. R2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. വാട്ട് ഈസ് ദെയർ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ്? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്ത്. ഓക്കെ, എക്സാമിന് വരാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കാം, ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു R1 എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ട ഒരു ജനറൽ നോളജ് ഉണ്ട്. റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നവരാണ്, നിങ്ങൾക്കറിയാത്. എന്താ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രം ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ പഴയത് ഓർമ്മയാക്കുകയാണ്. നോക്കൂ, R1 റെസിസ്റ്റൻസ്, R റെസിസ്റ്റർ, ഇത് R2, ഇത് സീരീസിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതാണ് സീരീസ് കോമ്പിനേഷൻ. പാരലൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്, ഇത് രണ്ടിൻ്റെയും എൻഡുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ഇത് പാരലൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ സീരീസിലാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 + R2 എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ R = R1 + R2, ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇനി ഇത് മെഷേർഡ് വാല്യൂ ആണ്, ഇത് മെഷേർഡ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ഇതിലും R1ലും R2ലും എന്തുണ്ട്? എറേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റഡ് വാല്യൂ ആയ Rലും എന്തുണ്ടാവും? എറർ ഉണ്ടാവും. ആ എററാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ Rനെ ഇങ്ങനെ എഴുതാം. R = അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മൾ എഴുതുകയാണ്. R ± Δr, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഈ ഭാഗം മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് എന്താണ്? ഈ Rനെയാണ് മൊത്തത്തിൽ നമ്മൾ R ± Δr എന്ന് എഴുതി. എന്ന് വെച്ചാൽ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. വാല്യൂവിനെയാണ് നമ്മൾ ഈ രൂപത്തിൽ എഴുതിയത്. കാൽക്കുലേറ്റഡ് വാല്യൂവിൽ 2 ഭാഗമുണ്ട്. ഇതെന്താ? കാൽക്കുലേറ്റഡ് വാല്യൂവിൻ്റെ ട്രൂ വാല്യൂ, ഇത് അതിൻ്റെ അബ്സല്യൂട്ട് എറർ അല്ലെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ. അപ്പോൾ നോക്കൂ ഒന്നുകൂടെ, R ± Δrലെ R എന്താണ്? ഇത് മൊത്തത്തിൽ ഈ R ആണ്. ഈ Rനെയാണ് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തത്. ഇതതിലെ എന്താ പറയുക, ഇത് ട്രൂ വാല്യൂ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ട്രൂ വാല്യൂ, ഇതതിലെ അബ്സല്യൂട്ട് എറർ. ഇനി ഇതിനെ സെപ്പറേറ്റ്ലി ഇതിനെയാണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്കൂ, ഇതിനെ ഞാൻ നോക്കൂ ഇങ്ങനെ ഇവിടെ എഴുതുക. ഇതെന്താ? ഈ R എന്താണ്? ഈ R നത്തിങ് ബട്ട്, അതായത് മെഷേർഡ് വാല്യൂവിൻ്റെ ട്രൂ വാല്യൂ ആഡ് ചെയ്യുക, പ്ലസ് ഓർ മൈനസ്. ഇനി ഇതാരാ? ഇത് അഡീഷനിൽ വരുമ്പോൾ Δr നമ്മൾ എന്താ എഴുതുക? ഒന്നാമത്തേൻ്റെ അബ്സല്യൂട്ട് എറർ പ്ലസ് രണ്ടാമത്തേൻ്റെ അബ്സല്യൂട്ട് എറർ. കഴിഞ്ഞ ക്ലാസ് പഠിക്കാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ Δr1 + Δr2, ഈ സ്റ്റെപ്പ് മനസ്സിലായാൽ കഴിഞ്ഞു. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞാൽ മതി. ഒന്നുകൂടെ പറയാം. ഇപ്പോൾ Z = a + b ആണെന്നുണ്ടെങ്കിൽ ആ Z-നെയാണ് നമ്മൾ എന്ത് എഴുതിയത്? Z ± Δz എന്ന് എഴുതിയത്. മനസ്സിലായോ? ദെൻ R1 a + b ആണത്. അപ്പോൾ a + bയിലെ അബ്സല്യൂട്ട് എററാണ് പിന്നെ നമ്മൾ എഴുതേണ്ടത്. ആ അബ്സല്യൂട്ട് എററിനാണ് ഇങ്ങനെ എഴുതി. അല്ലാതെ നമ്മൾ ഡെറിവേഷൻ ചെയ്ത് അതേപോലെ നിങ്ങൾ എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ആ ഇക്വേഷനൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് കാര്യമില്ലല്ലോ. നോക്കൂ, R1 + R2. R1 ആരാ? യെസ്, R1 എന്ന് പറഞ്ഞാൽ R1ൻ്റെ ട്രൂ വാല്യൂ അതാരാ? 100. അപ്പോൾ 100 + R2ൻ്റെ ട്രൂ വാല്യൂ 200 പ്ലസ് ഓർ മൈനസ് Δr1 എന്ന് പറഞ്ഞാൽ R1ൻ്റെ എറർ അതെത്ര? 3 പ്ലസ് Δr2 R2ൻ്റെ എറർ 4. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എഴുതാൻ പറ്റുമോ? പിന്നെ ഇതിലൊന്നുമില്ല, കഴിഞ്ഞു. Therefore 300 ± 7 Ω ഈസ് ദ റൈറ്റ് ആൻസർ. ഫിനിഷ്ഡ്. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വളരെ ആവർത്തിച്ചത് കാണുക. എന്നിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണ്. നോക്കൂ, ഇവിടെ ദ ഇനീഷ്യൽ ആൻഡ് അഗെയിൻ NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആണ് കേട്ടോ.
The initial and final temperatures of water bath are initial temperature, final temperature. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇനീഷ്യൽ ടെമ്പറേച്ചറിനെ T1 കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് 18 പ്ലസ് ഓർ മൈനസ് 0.5 ഡിഗ്രി സെൽഷ്യസ്. And T2 is equal to 40 plus or minus 0.3 degree Celsius. What is the rise in temperature of the bath? എന്ന് വെച്ചാൽ നമുക്ക് കണ്ടെത്തേണ്ടത് നമ്മൾ പിന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇവിടെ T2 മൈനസ് T1 ആണ്. അതിനെ ഞാൻ T എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് T. അപ്പോൾ T പ്ലസ് ഈക്വൽ ടു T2 മൈനസ് T1. എന്നിട്ട് ഈ T ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ടീനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ എഴുതും? T പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഈ ടീനെ നമുക്ക് എങ്ങനെ കൊടുക്കുക? ഈ ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രൂ വാല്യൂവിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ T2 മൈനസ് T1. ഇവിടെ T1 മൈനസ് T2 കൊടുക്കാത്തത് T2 വലുതായതുകൊണ്ട് ഞാൻ ഡിഫറൻസ് കാണുമ്പോൾ അങ്ങനെ എടുത്തുള്ളൂ. അല്ലെങ്കിൽ T1 മൈനസ് T2, T1 ആണ് വലുതെങ്കിൽ T1 മൈനസ് T2 എടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് വേറെ റൂളൊന്നും ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. വലുത് മൈനസ് ചെറുത് ഡിഫറൻസ് ആണല്ലോ. എത്ര കൂടിയത് എന്നല്ലേ ചോദിച്ചത്? കൂടിയത് എത്ര വെച്ചാൽ പിന്നെ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ, അതാണ് എടുത്തത് കേട്ടോ. ഓക്കെ, പ്ലസ് ഓർ മൈനസ്. ഇനി നോക്കൂ ഈ ഡെൽറ്റ ടി എടുക്കുമ്പോൾ നോക്കൂ ഇവിടെ Z = A മൈനസ് ബി ഫോമില. A മൈനസ് ബി ആണെങ്കിലും അബ്സല്യൂട്ട് എറേഴ്സ് എന്താ ചെയ്യുക? എറേഴ്സ് ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഡെൽറ്റ T2 പ്ലസ് ഡെൽറ്റ T1 അല്ലെങ്കിൽ ഡെൽറ്റ T1 പ്ലസ് ഡെൽറ്റ T2. കഴിഞ്ഞു. ഈ സ്റ്റെപ്പ് മനസ്സിലായോ? ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ T2 ആരാ? T2ൻ്റെ ട്രൂ വാല്യൂ അതെത്ര? 40 മൈനസ് T1 ആരാ? T1ൻ്റെ ട്രൂ വാല്യൂ ദാറ്റ് ഈസ് 18 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ T2 എത്ര? 0.3 പ്ലസ് ഡെൽറ്റ T1 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 22 പ്ലസ് ഓർ മൈനസ് 0.8 ഡിഗ്രി സെൽഷ്യസ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഈ രണ്ട് ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ റെസിസ്റ്റൻസ് R is equal to V/I. അറിയാലോ നിങ്ങൾക്ക്, റെസിസ്റ്റൻസ് R V/I ഓംസിലോ ആണിത്. നിങ്ങൾ 10th പഠിച്ച ഓംസിലോ R is equal to V/I. അതിൽ V എന്താ? V വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് 100 പ്ലസ് ഓർ മൈനസ് 5 വോൾട്ട്. ആൻഡ് I is equal to, ഇത് വോൾട്ട് എന്നുള്ള യൂണിറ്റ്, ഇത് വോൾട്ടേജ് എന്നുള്ളതിൻ്റെ സിമ്പിളാണ്. I is equal to കറണ്ട് ആണ് 10 പ്ലസ് ഓർ മൈനസ് 0.2 ആംപിയർ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ R. ആറിലെ പെർസെൻറ്റേജ് എറർ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അവർ വേറെ കാൽക്കുലേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. R is equal to V/I. പെർസെൻറ്റേജ് എറർ കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ സിമ്പിൾ കൊടുക്കുക? ഇപ്പോൾ Z is equal to A/B ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഡെൽറ്റ Z/Z. അപ്പോൾ എന്താ എഴുതുക? ഡെൽറ്റ R/R എന്ന് കൊടുക്കുക. പെർസെൻറ്റേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 100% എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പുറത്ത് പെർസെൻറ്റേജ് കൊടുത്താൽ മതി. അത് അണ്ടർസ്റ്റുഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കൂ. എന്നിട്ട് ഇവിടെ ഒന്നാമത്തേൻ്റെ പെർസെൻറ്റേജ് എറർ അതെന്താ? ന്യൂമറേറ്ററിൻ്റെത് ഡെൽറ്റ V/V ഇൻറ്റു 100% പ്ലസ് ഡെൽറ്റ I/I ഇൻറ്റു 100%. കഴിഞ്ഞു. ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയോ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. ആ പെർസെൻറ്റേജ് എറർ ഇൻ R is equal to ഡെൽറ്റ V/V ആരാ? ഡെൽറ്റ V മീൻസ് V. ഇതാണ് അതിൻ്റെ ട്രൂ വാല്യൂ. ദ V പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ V എന്നാണ്. ഇത് ഡെൽറ്റ V. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ V എത്ര? 100 ഇൻറ്റു 100% പ്ലസ് ഡെൽറ്റ I എന്ന് പറഞ്ഞത് 0.2, I എന്ന് പറഞ്ഞത് 10, ട്രൂ വാല്യൂ 0.2 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100%. മനസ്സിലാക്കി വെച്ചോളൂ ശരിക്കും എങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളത്. നോക്കൂ, ഇവിടെ 100 ക്യാൻസൽഡ്, ഇവിടെ ഒരു 0 ക്യാൻസൽഡ്. അപ്പോൾ 10 ഇൻറ്റു 0.2 2, ഇവിടെ 5. അപ്പോൾ 5% പ്ലസ് 2%. ദ ആൻസർ ഈസ് 7% ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If errors involved in measurements of a side and mass of a cube are 3% and 4% respectively, find the maximum permissible error in the density of the material. അപ്പോൾ നമുക്ക് ക്യൂബിൻ്റെ ഒരു സൈഡ് മെഷർ ചെയ്യുമ്പോഴുള്ള, ക്യൂബിന് നമുക്കറിയാം 6 സൈഡ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നോക്കൂ, ഇവിടെ 1
യെസ് നോക്കൂ ഇവിടെ ഇവിടെ നമുക്ക് ഡെൻസിറ്റിയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സൈഡ്സ് ക്യൂബിന് 6 അല്ല കേട്ടോ. ക്യൂബിന് എത്ര സൈഡ്സാ? ഇതല്ലേ ക്യൂബ്. ഓക്കെ, ആ സൈഡ്സിൻ്റെ എണ്ണം നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ സൈഡ് നിങ്ങൾ തന്നെ എണ്ണിക്കോ. ഇവിടെ അടിയിൽ തന്നെ 4 ഉണ്ട്, മുകളിൽ 4, പിന്നെ സൈഡിലായിട്ട് 4. അപ്പോൾ 12 സൈഡ്സ് നമുക്ക് അവിടെ ഉണ്ട്. പക്ഷേ അത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ സംസാരിച്ചിട്ടുള്ള കാര്യം നോക്കൂ. ഇവിടെ ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു ഡ്രോ എന്ന ഡെൻസിറ്റി കൊടുക്കുക മാസ് ബൈ വോളിയം എന്ന. ഈ ഡെൻസിറ്റിയുടെ പെർസെൻറ്റേജാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നത് അപ്പോൾ മാസിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, വോളിയത്തിൻ്റെ കൂടി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ആൻസർ കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ വോളിയത്തിൻ്റെ തന്നിട്ടില്ല, പകരം ഒരു സൈഡിൻ്റെ തന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. സൈഡിനെ എ എന്ന് കൊടുക്കുക, എ സ്മോൾ ലെറ്റർ എ. അപ്പോൾ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ എഴുതുക? ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു ഇതാണ് ഇതിൻ്റെ ഈ എഴുതുന്ന മെത്തേഡാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പെർസെൻറ്റേജ് എററിൻ എനെ നമ്മൾ എഴുതൽ ഈ രൂപത്തിലാണ്. ഇത് റിലേറ്റീവ് എററിനെ നമ്മൾ ഈ രൂപത്തിൽ എഴുതുക. പക്ഷേ ഇവിടെ പെർസെൻറ്റേജ് ആണ് കൊടുത്തതെങ്കിൽ ഉടനെ മനസ്സിലാക്കാത്ത പെർസെൻറ്റേജ് എററാണ്. മനസ്സിലായല്ലോ? പിന്നെ ഇവിടെ തന്നിട്ടുള്ള മാസിൻ്റെതാണ്, ദാറ്റ് ഈസ് ഡെൽറ്റ എം ബൈ എം. അത് എത്ര തന്നത്? അത് 4%. ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഡെൽറ്റ റോ ബൈ റോ. ഇതാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. ഇതിനുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ റോ ബൈ റോ. ഇവിടെ റോ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ റിലേറ്റീവ് എറർ പ്ലസ് പെർസെൻറ്റേജ് ആകുമ്പോൾ ഇൻറ്റു 100% വരും, അടക്കട്ടെ, ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെൽറ്റ വി ബൈ വി. പക്ഷേ പ്രശ്നം കിടക്കുന്നത് എന്താണ്? ഇവിടെ വി തന്നിട്ടില്ല. അപ്പോൾ വിക്കുള്ള ഇക്വേഷൻ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ മാറ്റണം. എം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എ ക്യൂബ് ആരാ? എ ക്യൂബ്. കണ്ടാ? അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മളിവിടെ എഴുതാൻ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഇനി എങ്ങനെ എഴുതുക? 3 ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. ഇപ്പോൾ റെഡി. എന്നിട്ട് ഇൻറ്റു 100%. അതിനിവിടെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് പെർസെൻറ്റേജ്, അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. ദാറ്റ് ഈസ് ഡെൽറ്റ എം ബൈ എം എത്ര? 4%. പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എത്രയാണ്? 3%. കണ്ടോ? Therefore 4% plus 9%. The answer is 13% is the final answer. 13%. ഇത്രയും കൂടി അടുത്ത ലെവലിലേക്ക് കടന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പേർട്ടായിക്കോ, പഠിച്ചോ. ഇനി ഇതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇപ്പം ചിലപ്പോൾ ചില ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഒന്നുകൂടി അറ്റംപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് 2%. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്താ പറയുക? ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും മാത്തമാറ്റിക്കലി എന്ന് അതൊന്ന് എഴുതിയാൽ പറയും എങ്ങനെ ഇതിനെ എക്സ്പ്രസ് ചെയ്യും? ഞാൻ എന്താ എഴുതാൻ പോണ്? റേഡിയസിൻ്റെ പെർസെൻറ്റേജ് 2% ഞാൻ എങ്ങനെ ഇവിടെ എഴുതുക? കമോൺ, യെസ്, ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു 2%. ഇതാണ് അതിന് എഴുതേണ്ട രീതി. എന്നിട്ട് നമ്മളോട് ചോദിച്ചു വാട്ട് വുഡ് ബി ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ വോളിയം ഓഫ് ദ സ്ഫിയർ ഡെൽറ്റ വി ബൈ വി. ഇതാണ് കണ്ടെത്തേണ്ടത്. അതിന് വോളിയം ഓഫ് ദ സ്ഫിയറിൻ്റെ ഇക്വേഷൻ അറിയണം. അതെത്ര? 4/3 പൈ ആർ ക്യൂ. 4/3 പൈ ആർ ക്യൂ. മനസ്സിലായല്ലോ? ഇതാണല്ലോ വോളിയം ഓഫ് എ സ്ഫിയർ. അപ്പോൾ ഡെൽറ്റ വി ബൈ വി കാണണം. അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ആരാളുള്ളത്? ഇവിടെ ഒരു 4/3 പൈ ഉണ്ട് അല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 4/3 പൈ നമ്മൾ മെഷർ ചെയ്തതാണ്. മെഷർ ചെയ്യുന്നതിലാണ് എറർ ഉണ്ടാവുക. ഇത് മെഷർ ചെയ്താലില്ല. അപ്പോൾ ഇത് എററിൻ്റെ ഇക്വേഷൻ, വോളിയത്തിൻ്റെ എററിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ കോൺസ്റ്റൻസ് അതിലുണ്ടാവില്ല. എന്ന് വെച്ചാൽ അതിന് നേരെ താഴെ ഇവിടെ തന്നെ എഴുതാം കേട്ടോ. ഡെൽറ്റ വി ബൈ വി ആണ് ഞാൻ ഇവിടെ എഴുതുന്നതെങ്കിൽ പിന്നെ 4/3 വേണ്ട, ഈ ആർ ക്യൂബിൻ്റെ മാത്രം എറർ എഴുതിയാൽ മതി. ആർ ക്യൂബിൻ്റെ എറർ നമ്മൾ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. മനസ്സിലായോ? അപ്പോൾ ഈ 4/3 പൈ ഇവിടെ എഴുതരുത് എന്നർത്ഥം. വി എഴുതുമ്പോൾ എഴുതാം, ഡെൽറ്റ വി ബൈ വി ഉണ്ടാകുമ്പോൾ അതുണ്ടാവില്ല. കാരണം ഇതിൽ എറർ ഇല്ല എന്നതാണ് കാരണം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെൻറ്റൻസ് എഴുതാം. സിൻസ് 4/3 പൈ ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് നോട്ട് എ മെഷേർഡ് വാല്യൂ, it involves no error. എന്നിട്ട് ഈ സ്റ്റെപ്പ് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഈ ഡെൽറ്റ ആർ ബൈ ആർ അവിടെ തന്നുള്ളത് 2%. നമുക്ക് എത്ര പെട്ടെന്ന് ആൻസറിലേക്ക് 3. ദ ആൻസർ ഈസ് 6% ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് മാസ്
ആൻഡ് സ്പീഡ് ആർ 2% ആൻഡ് 3%. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് റെപ്രസെൻ്റ് ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യം മാസിൻ്റെത് എന്താ, ഡെൽറ്റ എം ബൈ എം ഈസ് ഈക്വൽ ടു 2%. ദെൻ ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു 3%. Then how much will be the maximum error in the estimate of kinetic energy? Delta K by K equal to what? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ഇതാ, നിങ്ങൾക്ക് വളരെ ഫേമസ് ആണത് അല്ലേ, നിങ്ങൾ പഠിച്ച K = ½ mv². എന്നിട്ട് ഡെൽറ്റ കെ ബൈ കെ ഈക്വൽ ടു എഗെയിൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഹാഫ് എന്തല്ല, നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ആണോ? അല്ല. അപ്പോൾ ഹാഫ് മെഷേർഡ് വാല്യൂ അല്ല, അതുകൊണ്ട് അതിൽ എറർ ഇല്ല. പിന്നെ ആരാളുള്ള mv², അതെത്ര, ഡെൽറ്റ എം ബൈ എം പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം ഈസ് 2% പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഈസ് 3%. The answer is 2 into 3 6, 6 plus 2 8% is the final answer. 8%. അപ്പോൾ എററിൻ്റെ നമ്മൾ ഇക്വേഷൻസോ കാര്യങ്ങളോ ഒക്കെ കാണാതെ പഠിക്കുകയോ ഇതൊന്നുമല്ല സത്യത്തിൽ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നിടത്താണ്. അപ്പോൾ അതിൻ്റെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും ഞാനിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ആ ഫോം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് തന്നെയാണ്, അതേ രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. അതും നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മൾ സേഫായി. ഇതോടുകൂടി നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ആദ്യ ചാപ്റ്റർ ഇതാ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. താങ്ക് യു. നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.